വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. നന്ദി എന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കിന്ന് സംസാരിച്ചാലോ? പ്രിയമുള്ളവരെ, ഒരിക്കലൊരു വലിയ ക്രൂരനായ രാജാവ്, അദ്ദേഹത്തിന് വളരെ പ്രത്യേകതയുള്ള ഒരു സ്വഭാവമുണ്ട്. തൻ്റെ അനിഷ്ടത്തിന് പാത്രമാകുന്നവരെ താൻ വളർത്തുന്ന ക്രൂരതയുള്ള നായ്ക്കളുടെ അടുക്കലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുക. ഈ നായ്ക്കൾ ഏതാനും നിമിഷം കൊണ്ട് ആ മനുഷ്യനെ കടിച്ചു കീറി ഇല്ലാതെയാക്കും. ഇങ്ങനെ അതിക്രൂരനായ രാജാവിൻ്റെ ക്രൂരതയ്ക്ക് പാത്രമായ നിരവധി ആളുകളുണ്ട്. തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ പോലും ആരോടെങ്കിലും അനിഷ്ടം തോന്നിയാൽ അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്യും. ഒരു ദിവസം 10 വർഷമായി ഈ രാജാവിന് മികച്ച നിലയിൽ ദാസ്യവേല ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ രാജാവിന് നൽകിയ ഒരു നിർദ്ദേശം തെറ്റിപ്പോയി. രാജാവ് കുപിതനായി. എന്നത്തെയും പോലെ തൻ്റെ അപ്രീതിക്ക് പാത്രമായ ഈ മനുഷ്യനെ നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുവാൻ രാജാവ് കൽപ്പിച്ചു. ഈ മനുഷ്യൻ അന്തം വിട്ടുപോയി. 10 വർഷം താൻ മികച്ച സേവനം കാഴ്ചവെച്ചിട്ടും തനിക്ക് സംഭവിച്ച ഒരു പിഴവിൻ്റെ പേരിൽ തന്നെ നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുവാൻ ഈ രാജാവ് കൽപ്പിക്കുകയാണ്. അദ്ദേഹം രാജാവിൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, പ്രഭു, ഞാൻ 10 വർഷം അങ്ങേക്ക് സേവനം ചെയ്തതാണ്, എന്നിട്ടും രാജാവിൻ്റെ മുഖത്തൊരു മാറ്റവുമില്ല. വീണ്ടും ഈ ദാസൻ കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, രാജാവേ, എനിക്കൊരു അപേക്ഷയുണ്ട്, അതെൻ്റെ അന്ത്യാഭിലാഷമാണ്, അങ്ങനെ കൊന്നുകൊള്ളുക. അപ്പോൾ രാജാവ് പറഞ്ഞു, പറഞ്ഞാട്ടെ, അങ്ങനെ ഇപ്പോൾ നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കരുത്, ഒരു 10 ദിവസം എനിക്ക് സമയം തരണം. ഈ 10 ദിവസം മറ്റാരും അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിച്ച കാര്യം അറിയാൻ അങ്ങ് അനുവദിക്കരുത്. ഈ 10 ദിവസവും ഈ കൊട്ടാരത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്യുവാനുള്ള ഒരു അനുവാദവും അങ്ങ് തരണം. രാജാവ് പറഞ്ഞു, ഓക്കെ, 10 ദിവസം കഴിഞ്ഞ് നിന്നെ ഞാൻ നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കും. അങ്ങനെ 10 ദിവസത്തെ ഒരു ജാമ്യം പോലെ ഈ പാവപ്പെട്ട സേവകൻ ആ കൊട്ടാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അദ്ദേഹത്തിന് വേറെ ജോലിയൊന്നുമില്ല. അദ്ദേഹം തൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു സൂത്രം നടപ്പിലാക്കുവാൻ തീരുമാനിച്ചു. ഈ രാജാവിൻ്റെ ക്രൂരന്മാരായ നായ്ക്കളെ പരിപാലിക്കുന്ന ഒരു സേവകനുണ്ട്. ഇയാൾ ആ സേവകൻ്റെ അടുക്കൽ ചെന്നിട്ട് അഭിവാദനമൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ഈ 10 ദിവസങ്ങളിൽ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുവാനുള്ള അനുവാദം രാജാവ് തന്നിരിക്കുകയാണ്. എനിക്കൊരാഗ്രഹമുണ്ട് സുഹൃത്തെ, ഞാൻ നിൻ്റെ ജോലി ചെയ്യാം, എനിക്ക് ഈ നായ്ക്കളെ ഭയങ്കര ഇഷ്ടമാണ്, നീ ഇവിടെ ഇരുന്നാൽ മതി, നീ ചെയ്യുന്ന സകല ജോലിയും ഞാൻ ചെയ്തു കൊള്ളാം. ആ സേവകന് വലിയ സന്തോഷമായി. അയാൾ പറഞ്ഞു, ആയിക്കോട്ടെ, നീ എൻ്റെ കൂടെ കൂടിക്കോ. അങ്ങനെ ഈ ദുഷ്ടരായ നായ്ക്കളെ പരിപാലിക്കുന്ന സേവകൻ്റെ കൂട്ടുകാരനായി ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാൾ ഒരുമിച്ച് ചേർന്നു. നായ്ക്കളെ കുളിപ്പിക്കുക, നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുക തുടങ്ങി സകല കാര്യങ്ങളും പതിയെ പതിയെ ഈ സേവകൻ ഏറ്റെടുക്കുകയാണ്. 10 ദിവസം കഴിഞ്ഞപ്പോൾ വധശിക്ഷ വാങ്ങുവാൻ വേണ്ടി ഈ സേവകൻ രാജാവിൻ്റെ അടുക്കിലേക്ക് വന്നു. രാജാവ് വലിയ ആഘോഷമായിട്ടൊക്കെയാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത്. രാജാവ് പറഞ്ഞു, പഴയ റോമൻ ചക്രവർത്തിമാരെ പോലെ ഒരു പ്രത്യേക തളത്തിലേക്ക് നായ്ക്കളെ കൊണ്ടുവരട്ടെ എന്ന് ഉത്തരവിട്ടു. നായ്ക്കൾ വന്നു. ഈ സേവകനെ കൊണ്ടുവന്ന് അങ്ങനെ രാജാവ് തൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. കൂടെയുണ്ടായിരുന്ന മറ്റു കിങ്കരന്മാരോട് രാജാവ് പറഞ്ഞു, ഇവനെ ബന്ധിച്ച് ഈ ക്രൂര നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുക. കിങ്കരന്മാർ ഉടൻ തന്നെ ഈ സേവകനെ ബന്ധിച്ച് ഇട്ടുകൊടുത്തു. എന്നാൽ രാജാവ് പ്രതീക്ഷിച്ചതിന് വിപരീതമായി ആ ദുഷ്ടനായ്ക്കൾ രാജാവിൻ്റെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സേവകനെ കടിച്ചു കീറുന്നതിന് പകരം നക്കുകയും തുടക്കുകയും ചെയ്യുവാൻ തുടങ്ങി, വാലാട്ടുവാൻ തുടങ്ങി. ഇത് കണ്ട രാജാവ് അത്ഭുതപ്പെട്ടു. രാജാവ് സേവകനെ തിരിച്ച് തൻ്റെ അടുക്കലേക്ക് കയറ്റിക്കൊണ്ടുവന്നു.
എന്നിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിന്നെ നായ്ക്കൾ ഭക്ഷിക്കാത്തത്, ആക്രമിക്കാത്തത്? അപ്പോൾ ഈ സേവകൻ രാജാവിനോട് മറുപടി പറഞ്ഞു, പ്രിയപ്പെട്ട രാജാവേ, കഴിഞ്ഞ 10 വർഷമായി ഞാൻ അങ്ങേക്ക് സേവനം ചെയ്യുകയാണ്. എന്നാൽ കഴിഞ്ഞ 10 ദിവസം ഞാൻ ഈ നായ്ക്കൾക്ക് സേവനം ചെയ്തു. അതിൻ്റെ നന്ദിയാണ്, ആ ചെയ്ത സേവനത്തോടുള്ള നായ്ക്കളുടെ പ്രതികരണമാണ് അങ്ങിപ്പോൾ കണ്ടത്. രാജാവിന് തൻ്റെ തെറ്റ് മനസ്സിലായി. രാജാവ് അവനെ സ്വതന്ത്രനാക്കാൻ ഉത്തരവിട്ടു. പ്രിയമുള്ളവരെ, നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മനുഷ്യരോടുള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട അവസ്ഥാവിശേഷമാണിത്. നാളുകളായി നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരികയും ചെയ്യുന്ന മാതാപിതാക്കളോട്, നാളുകളായി നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടിയതെല്ലാം ചെയ്തു തരികയും ചെയ്യുന്ന ബന്ധുക്കളോട്, നമ്മളോടൊപ്പമായിരിക്കുന്ന മറ്റു വ്യക്തികളോട്, അവരുടെ ജീവിതത്തിൽ അവർ നമ്മളോട് ചെയ്യുന്ന ഒരു പിഴവിൻ്റെ പേരിൽ നമ്മൾ എത്രമാത്രം നന്ദിഹീനമായൊരു പെരുമാറ്റമാണ് കാണിക്കുക. നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള നിരവധിയായ നന്മകളെ മറന്നുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു തകർച്ചയുടെ പേരിൽ ദൈവത്തോട് എത്രമാത്രമാണ് നമ്മൾ കോപിക്കുക. നന്ദി കെട്ട ഒരു ജീവിതമാണ് മനുഷ്യരുടെ ജീവിതം എന്ന് പറയേണ്ടി വരുന്നു. നമ്മൾ അനുനിമിഷം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ. ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു രോഗിയോടൊപ്പം ആശുപത്രിയിൽ പോയി. ഈ രോഗിയുടെ തലച്ചോറിനേറ്റ ഒരു ചെറിയ ക്ഷതമാണ് അദ്ദേഹത്തെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുവാനുള്ള കാരണം. എൻ്റെ മുൻപിൽ വളരെ ശക്തമായ വ്യക്തിത്വമുള്ളൊരു വ്യക്തിയായി കാണപ്പെട്ടിട്ടുള്ള ആളാണ്, കരുത്തനായിട്ടുള്ള ഒരാളാണ്. എന്നാൽ ന്യൂറോളജിയിലെ ഡോക്ടർ അദ്ദേഹത്തോട് ഒരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ താഴ്ത്തിയിട്ട് നിൽക്കുവാൻ പറഞ്ഞു. എന്നാൽ കണ്ണുകളടച്ച് കൈകൾ താഴ്ത്തിയിട്ട് നിൽക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബാലൻസ് തെറ്റി അദ്ദേഹം ഒരു വശത്തേക്ക് ചായുകയാണ്. പ്രിയമുള്ളവരെ, തലച്ചോറിലെ ഒരു കോശത്തിന്, ഒരു പ്രത്യേക ഭാഗത്തിന്, എത്രയോ ചെറിയ മില്ലിമീറ്റർ വരുന്നൊരു ഭാഗത്തിന് ക്ഷതം സംഭവിച്ചപ്പോൾ ഒരു മനുഷ്യന്, അത് കരുത്തനായ താൻ പോരുമയുള്ള ഒരു മനുഷ്യന് കണ്ണടച്ച് നിൽക്കാനാവുന്നില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അവിടെ വെച്ച് തിരിച്ചറിയുകയാണ്. ആ മനുഷ്യന് കണ്ണുകൾ അടച്ചുകൊണ്ട് തൻ്റെ തള്ളവിരൽ കൊണ്ട് മൂക്കിൽ തൊടാൻ സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇത്രയും നിസ്സാരമായ ജീവിതത്തിലെ ചില പ്രവൃത്തികൾക്ക് നമുക്ക് ദൈവം നൽകിയിട്ടുള്ള അനുവാദം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അത് നഷ്ടപ്പെട്ടവരെ കാണുമ്പോഴാണ്. ഒന്ന് നേരെ നിൽക്കുവാനുള്ള നമ്മളുടെ കഴിവിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരുതലുണ്ട്. ഒരു നിമിഷം നമ്മളുടെ ശ്വാസകോശത്തിന് ഓക്സിജനെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടാൽ നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾ മരണത്തിലേക്ക് നിമിഷ നേരം കൊണ്ട് നടന്നെടുക്കും. പ്രിയമുള്ളവരെ, ഇത്രയും മനോഹരമായ നിരവധിയായ അനുഗ്രഹങ്ങളും സംരക്ഷണവും നൽകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം മാറ്റിവെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് തരുവാൻ തയ്യാറാകാതെ വന്നാൽ നമ്മൾ എത്രയോ പെട്ടെന്നാണ് ദൈവത്തോട് കോപിക്കുന്നത്. എന്താണ് നന്ദികേടിൻ്റെ അഥവാ നന്ദിയില്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത? ഇൻഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ വന്നാൽ, നന്ദി ഇല്ലാതെ വന്നാൽ സംഭവിക്കുന്നത്, പിശാച് ഏദൻ തോട്ടത്തിൽ ഹവയോട് ചെയ്തപ്പോൾ അവൾക്ക് സംഭവിച്ച, ഹവയോട് സംസാരിച്ചപ്പോൾ അവൾക്ക് സംഭവിച്ച മാറ്റമാണ്. യഥാർത്ഥത്തിൽ പിശാചിൻ്റെ സ്വരം ശ്രവിക്കുവാനായി ഒരു മനുഷ്യൻ്റെ ഹൃദയം തുറക്കുന്ന നിമിഷമാണ് അവൻ നന്ദിയില്ലാത്തവനായി മാറുന്ന നിമിഷം. അതിനുവേണ്ടി പിശാച് ഹവയോട് എന്താണ് പറഞ്ഞത്? ബാക്കിയുള്ള
എല്ലാ ഫലങ്ങളും ദൈവം നിനക്ക് കഴിക്കാൻ തന്നിരിക്കുന്നു എന്നല്ല പിശാച് പറഞ്ഞത്. നിനക്ക് ദൈവം ഒരു ഫലം ഭക്ഷിക്കുന്നതിൽ നിന്ന് അനുവാദം തരാതെ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടെന്നാണ് പിശാച് അവളോട് ചോദിക്കുന്നത്. അവളിൽ നന്ദികേട് ഉണർത്തുവാൻ, അതായത് ബാക്കിയുള്ള സകലതിനെക്കുറിച്ചും വിസ്മരിക്കുവാൻ പിശാച് അവളിൽ ഇടവരുത്തുകയാണ്. നന്ദികേട് അവളിൽ ഉണ്ടായ നിമിഷം മുതൽ അവൾക്ക് പിശാചിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള വലിയ അഭിവാഞ്ച ഉണ്ടാകുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, ബൈബിളിൽ മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ നന്ദികേട് എവിടെയുണ്ടോ അവിടെയൊക്കെയാണ് പാപത്തിൻ്റെ വലിയ ആരംഭം. നമുക്കറിയാം, ആബേലും കായേനും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ വേണ്ടി, ബലി അർപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇതിൽ കായൻ പിശാചിൻ്റെ ഒരു ഉപകരണമായി തീരുവാനുള്ള പ്രധാന കാരണം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാനുള്ള, നന്ദി അർപ്പിക്കുവാനുള്ള, തൻ്റെ കാഴ്ചകൾ അർപ്പിക്കുവാനുള്ള കായൻ്റെ പരിശ്രമത്തിനിടയ്ക്ക് നന്ദി അർപ്പിക്കുന്നതിൽ ഒരു ചെറിയ വിമുഖത അല്ലെങ്കിൽ വീഴ്ച വരുത്തുവാൻ, ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ നന്ദി അർപ്പിക്കുവാൻ, കൃതജ്ഞത അർപ്പിക്കുവാൻ, ബലി അർപ്പിക്കുവാൻ തയ്യാറാകാതെ ഇരിക്കുന്ന രീതിയിൽ കായേൻ്റെ ഉള്ളിൽ പിശാച് സംസാരിക്കുകയാണ്. കായേൻ തൻ്റെ കൃതജ്ഞത വേണ്ട രീതിയിൽ അർപ്പിക്കാത്തത് നിമിത്തം അവൻ്റെ ഉള്ളിൽ പൈശാചികമായ സ്വഭാവങ്ങൾ ഉണരുന്നത് നമ്മൾ കാണുകയാണ്. എന്നാൽ ആബേലാകട്ടെ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നില്ല. വീണ്ടും നമ്മൾ കാണുന്നു, ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാപമായിട്ട് ദൈവം കാണുന്നത് ഈ നന്ദികേട് തന്നെയാണ്. നന്ദികേടിൽ നിന്നാണ് പിശാചിൻ്റെ സ്വരം കേൾക്കുവാനുള്ള കാതുകൾ തുറക്കപ്പെടുന്നത്. നന്ദികേടിൽ നിന്നാണ് പിറുപിറുക്കുവാനായി നമ്മുടെ അധരം തുറക്കപ്പെടുന്നത്. ഇസ്രായേലിന് വേണ്ടി ദൈവം ചെയ്ത നിരവധിയായ അത്ഭുത പ്രവൃത്തികളെ നിമിഷ നേരം കൊണ്ട് മറന്നുകൊണ്ട്, ആ സമയത്തൊരല്പം വെള്ളം കിട്ടിയില്ല എന്ന പേരിൽ, ആ സമയത്തൊരു ചെറിയ അസുഖം വന്നു എന്നതിൻ്റെ പേരിൽ ദൈവത്തെ നോക്കി പിറുപിറുക്കുന്ന ഇസ്രായേൽ ജനം, ആ ഇസ്രായേൽ ജനത്തിൻ്റെ വീഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയായി ബൈബിൾ കാണിക്കുന്നത്. ബൈബിളിൽ മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ ശക്തന്മാരായ ദാസന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു നന്ദികേടിൻ്റെ ശ്ലാഞ്ചന പോലും അവർക്കുണ്ടായിരുന്നില്ല എന്നതാണ്. നമുക്കറിയാം, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിനോട് ദൈവം എല്ലാം ഉപേക്ഷിച്ച് പോകുവാൻ പറയുകയാണ്. എന്നാൽ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിച്ചാൽ അബ്രഹാം എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന നിമിഷത്തിൽ തന്നെ അബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്തതൊന്നും കിട്ടുന്നില്ല. എന്നാൽ അബ്രഹാം ഒരിക്കലും ദൈവത്തോട് ഇൻഗ്രാറ്റിറ്റ്യൂഡ്, നന്ദികേട് കാണിക്കുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. അദ്ദേഹത്തിന് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത്. ഒരു കുഞ്ഞിനെ ലഭിച്ചതിൻ്റെ ആനന്ദം അദ്ദേഹത്തിന് ഉണ്ടായിത്തീരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തോട് ആ കുഞ്ഞിനെ ബലിയർപ്പിക്കുവാൻ ദൈവം പറയുകയാണ്. എന്നാൽ നന്ദിയുടെ ഒരു പരമോന്നത അല്ല പരമകാഷ്ഠ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ബലിയാണ് നമ്മൾ അബ്രഹാം അർപ്പിക്കുന്നതായി കാണുന്നത്. അവിടെ അബ്രഹാം പെറുപെറുക്കുന്നില്ല. നന്ദികേടിന് തയ്യാറാവാത്ത, ദൈവത്തോട് നന്ദികേട് കാണിക്കാൻ തയ്യാറാവാത്ത കരുത്തനായ ഒരു മനുഷ്യനെയാണ് നമ്മൾ അബ്രഹാമിൽ കാണുന്നത്. നമ്മൾ ഇങ്ങോട്ട് മുഴുവൻ പരിശോധിച്ച് നോക്കൂ. ജോസഫിൻ്റെ ജീവിതത്തിൽ പൂർവ്വപിതാവായ ജോസഫിന് ദൈവം വലിയ വാഗ്ദാനങ്ങൾ നൽകുകയാണ്. വാഗ്ദാനങ്ങൾ സന്തോഷപ്രദമാണ്. പക്ഷെ കിട്ടിക്കഴിഞ്ഞ ഉടനെ സഹോദരങ്ങൾ തന്നെ ഉപേക്ഷിക്കുന്ന ദുരന്തമുണ്ടാകുന്നു. അവിടെ നിന്ന് അടിമയാക്കപ്പെടുന്ന ദുരന്തമുണ്ടാകുന്നു. വീണ്ടും അടിമയായി ജോലി കിട്ടിയ സ്ഥലത്ത് മികവ് കാണിച്ചു കൊണ്ടിരിക്കവേ തന്നെ പെട്ടെന്ന് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്ന അനുഭവമുണ്ടാകുന്നു. ഈ സമയത്തൊന്നും ജോസഫിൻ്റെ വായിൽ നിന്ന് നന്ദികേട് ഉണ്ടാവുന്നില്ല. ജോസഫ് അപ്പോഴും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുള്ളൊരു ജീവിതമാണ് നയിക്കുന്നതെന്ന് നമ്മൾ കാണുകയാണ്. ദൈവത്തിൻ്റെ കരുത്തന്മാരായ മറ്റു പ്രവാചകന്മാരെ നോക്കുമ്പോഴും നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. ദാനിയേൽ പ്രവാചകൻ ഇങ്ങനെയാണ് പറയുന്നത്: ഈ തീയിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ തെറ്റു ചെയ്യത്തില്ല. പകരം തീയിലേക്ക് ഇടുന്ന സമയത്ത് അവിടെ കിടന്നുകൊണ്ട് ദൈവത്തിന് സ്തുതിയാരാധനകൾ അർപ്പിക്കുന്ന ദാനിയേൽ പ്രവാചകനെയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ബൈബിളിൽ ഉടനീളം പരിശോധിച്ച് നോക്കൂ. ജോബിൻ്റെ ജീവിതത്തിലെ നീതിമാനായ ജോബിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി കാണുന്നൊരു കാര്യം, ജോബ് തൻ്റെ ജീവിതത്തിൽ എല്ലാം നൽകിയ ദൈവം അതെല്ലാം എടുക്കുമ്പോൾ ജോബ് വ്യക്തമായി പറയുന്നുണ്ട്, എനിക്ക് സ്വന്തമായിട്ടുള്ളതൊന്നുമല്ല ദൈവം എടുത്തത്, പിന്നെയോ ദൈവം എനിക്ക് തന്നതാണ് ദൈവം എടുത്തത്. ദൈവം തരാത്തതായി ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനു വേണ്ടി വാശി പിടിക്കുവാൻ സാധിക്കുകയില്ല. അതാണ് ജോബ് നൽകുന്ന സന്ദേശം. ദൈവം തരാത്തതായി എന്താണ് ദൈവത്തിന് നമ്മളിൽ നിന്ന് എടുക്കാനുള്ളത്? അതുകൊണ്ട് തന്നെ സൗജന്യമായി തന്നവന് അതെടുക്കുവാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്ന ജോബിൻ്റെ നന്ദി നിറഞ്ഞ ഹൃദയം, ആ ഹൃദയം ഒരിക്കലും മാറ്റുവാൻ തയ്യാറാകാതിരുന്ന ജോബിൻ്റെ ഉറച്ച നന്മ
ഈ നന്മയാണ് ജോബിനെ ഒരു വലിയ നീതിമാനായി നമ്മളുടെ മുമ്പിൽ മാതൃകയാക്കി നമുക്ക് കാണിച്ചു തരുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അതെ, യേശു അപ്പസ്തോലന്മാരായി രൂപാന്തരപ്പെടുത്തിയ, മാറ്റിയ, അവരോധിച്ച, വലിയ ഗമയോടുകൂടി കർത്താവിൻ്റെ തൊട്ടടുത്ത ആളുകളായി മാറിയ അപ്പസ്തോലന്മാർക്ക് അവരുടെ ജീവിതം, അവരുടെ ശുശ്രൂഷ ജീവിതം ആരംഭിക്കുമ്പോൾ കിട്ടുന്നത് ചാട്ടവാറടിയും ജയിൽ ജീവിതവും ഒക്കെയാണ്. ചിലരെ കൊന്നുകളയുന്നു, കല്ലെറിയുന്നു. ഇതെല്ലാം സംഭവിച്ചിട്ടും ഈ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം സന്തോഷിക്കുന്ന അവരെയാണ്. അവർ കൈകളടിച്ച് ദൈവത്തെ വാഴ്ത്തി പാടുകയാണ്. എന്താണ് ഇവരെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്? ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ദൈവത്തിന് നന്ദി പറയുന്നത് നിർത്തുവാൻ നമ്മളോട് സംസാരിക്കുന്നത് പിശാചാണ്. പിശാചിൻ്റെ സ്വരം ഏറ്റവും ആദ്യം നമ്മൾ കേൾക്കുന്ന അവസരമാണത്. അതിന് നമ്മൾ യെസ് കൊടുത്താൽ പിശാചിൻ്റെ അടുത്ത സന്ദേശം നമ്മളുടെ ചെവികളിൽ മുഴങ്ങുവാൻ തുടങ്ങും. അതുകൊണ്ട് നന്ദിയില്ലാത്തൊരു ജീവിതം ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. അങ്ങനത്തെ ഒരു മനോഭാവം തന്നെ ഉണ്ടാകുവാൻ പാടില്ല. കാരണം പിശാചിനെ ശ്രവിക്കുന്ന ഒരവസരമാണ് അത്തരം ചിന്തകൾ നമ്മളുടെ മനസ്സിൽ കൂടുകൂട്ടുന്ന അവസരം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എന്തിനാണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ദൈവം അനന്തജ്ഞാനമുള്ളവനാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കാര്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ദൈവത്തിന് മാത്രമേ അറിയാമുള്ളൂ. ആ വ്യക്തിക്ക് ഒരിക്കലും അറിയില്ല. നമുക്കറിയാം, ദാവീദ് രാജാവിനെ രാജാവായി സാമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്ത് ആ രാജാവ് ആകുവാനുള്ള ദാവീദ് ഇങ്ങോട്ട് മാറി അടുത്ത നിമിഷം ദാവീദ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ വേലക്കാരനായി മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാജാവാകുമെന്ന് പറഞ്ഞവനെ എവിടെ എന്തായി തീരുമെന്ന് പറഞ്ഞു അവിടുത്തെ ഏറ്റവും ഹീനമായ, ഏറ്റവും താഴത്തെ നിലയിലുള്ള ഒരു സ്ഥാനം നൽകുന്ന ദൈവത്തെ കാണുമ്പോൾ ദാവീദ് അതിനെ ചോദ്യം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ദാവീദ് അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. ദൈവപുത്രന് ജന്മം നൽകുവാൻ തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയും യൗസേ പിതാവും അവരുടെ ജീവിതത്തിൽ കാലിത്തൊഴുത്തിൽ ആ കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്ന് ദൈവത്തോട് ചോദിക്കുന്നില്ല. പരിശുദ്ധ അമ്മ വലിയൊരു അനുഗ്രഹം സംഭവിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മാത്രമേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നുള്ളൂ. എന്നാൽ ദുഃഖദുരിതങ്ങളുടെ ഇടയിൽ ഇതെന്തുകൊണ്ട് എന്ന് മാതാവ് ചോദിക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ കർത്താവിനോട് എന്തുകൊണ്ട് എന്ന് ചോദിക്കാത്ത വിശുദ്ധ വ്യക്തികളെയാണ് നമ്മൾ കാണുന്നത്. കാരണം അവർക്കറിയാം, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവം എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ അതിനൊരു പ്രത്യേകമായ ഉദ്ദേശമുണ്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കുംപറമ്പിലച്ഛൻ്റെ പഠനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പഠനം ഇതാണ്. ജീവിതത്തിൽ ഏത് സാഹചര്യം ഉണ്ടായാലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുക ചെയ്യണം, സ്തുതിക്കുക മാത്രം ചെയ്യണം. ആ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. കാരണം ആ സാഹചര്യം അനുവദിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയുണ്ട്. ഞാൻ 3 വചനങ്ങൾ കേൾപ്പിക്കാം. ഈ വചനങ്ങളിൽ ദൈവം കൃതജ്ഞതയുള്ളവരായിരിക്കുവാൻ നമുക്ക് നിർദ്ദേശം നൽകുന്നത് കാണുവാൻ സാധിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 28-ാം വാക്യം. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപുണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. കൃതജ്ഞതയർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനം, ഒരു വിളംബരമായിട്ടുള്ളൊരു കാര്യമാണ് ജ്ഞാനം 16:28. അതിന് തൊട്ട് മുമ്പ് ദൈവത്തിൻ്റെ ചില അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് വിവരിച്ചിട്ടാണ് ജ്ഞാനത്തിൽ ഇങ്ങനെ ഒരു വചനം കർത്താവ് എഴുതി ചേർത്തിരിക്കുന്നത്. രണ്ടാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1 തെസ്സലോനിക്ക 5:16-18. സന്തോഷത്തോടെ ഇരിക്കുവൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും നമ്മളോട് പറയുന്നൊരു കാര്യം, ജീവിതത്തിലെ ഏത് സാഹചര്യത്തെക്കുറിച്ചാണെങ്കിലും ഒരു ബുദ്ധിമാനായ ദൈവദാസൻ തൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനെ സ്തുതിക്കുന്ന ഒരു തീരുമാനമെടുക്കുന്ന വ്യക്തിയായി തീരുന്നു എന്നതാണ് നമ്മൾ കാണുന്നൊരു കാഴ്ച. പ്രിയമുള്ളവർ, 81-ാം സങ്കീർത്തനത്തിൽ
വളരെ വ്യക്തമായി നമ്മൾ ഏറെ കേട്ടിട്ടുള്ളൊരു വചനം തന്നെ നമുക്കിതിനോട് ചേർത്ത് വെച്ച് ധ്യാനിക്കാം. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവൻ. യാക്കോബിൻ്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവൻ. തപ്പ് കൊട്ടിയും കിന്നരവും വീണയും ഇമ്പമായി മീട്ടിയും ഗാനമുതിർക്കുവൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിനമായ പൗർണമിയിലും കാഹളമുതുവൻ എന്നൊരു കാര്യം പറയുകയാണ്. എന്തെന്നാൽ അത് ഇസ്രായേലിൻ്റെ ചട്ടവും യാക്കോബിൻ്റെ ദൈവം നൽകിയ പ്രമാണവുമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്തുതിച്ച് നന്ദി പ്രകടിപ്പിക്കുക എന്നത് ഇസ്രായേലിന് ദൈവം നൽകിയിരിക്കുന്ന ഒരു പ്രമാണമാണ്, ഒരു ചട്ടമാണ്. പുതിയ ഇസ്രായേലായ തിരുസഭയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പുതിയ ഇസ്രായേൽക്കാരായ നമുക്ക് ക്രിസ്ത്യാനികൾക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ചട്ടവും അതുതന്നെയാണ്. എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ്? എത്ര വലിയ പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിൻ്റെ മുൻപിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പിതാവേ, അങ്ങറിയാതെ എനിക്കിത് സംഭവിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നം കടന്നു വന്ന സാഹചര്യം, അതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇതിലൂടെ അങ്ങ് എനിക്ക് നൽകുവാൻ പോകുന്ന വിശ്വാസത്തിൻ്റെ വർധനവിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഈ പ്രശ്നം എൻ്റെ നന്മയ്ക്കായി അങ്ങ് പരിണമിപ്പിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ വിശ്വാസത്തോടെ ഒരു സാധാരണക്കാരനും തകർന്നു പോയ വിശ്വാസമുള്ളവനുമായ ഒരു വ്യക്തിയായി തീരാതെ ബൈബിളിലെ ശക്തന്മാരായ വ്യക്തികളെപ്പോലെ ദൈവത്തോട് ചോദ്യം ചോദിക്കാതെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പിശാചിൻ്റെ സ്വരം കേൾക്കുവാനുള്ള വാതിൽ അടച്ചു കളയുവാൻ തീരുമാനമെടുക്കേണ്ടതിന് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഒരു മണിക്കൂർ സമയം നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു നോക്കൂ. ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അനേകം സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് എപ്പോഴൊക്കെ അതിലേറ്റവും വലിയ പ്രചാരണം നൽകിയത്, ഈ ആശയത്തെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിലച്ഛൻ ആയതുകൊണ്ട് അത് പറയാൻ എനിക്ക് മടിയില്ല. അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് നിരവധി പേർ ഈ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരാറുണ്ട്, അവരുടെ ജീവിതത്തിൽ വലിയ കടബാധ്യതയുണ്ടായപ്പോൾ, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ, രോഗങ്ങളുണ്ടായപ്പോൾ അതിനെക്കുറിച്ച് ദൈവത്തോട് പരിതപിക്കാതെ, ദൈവമേ, ഈ അവസ്ഥയെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് സ്തുതിച്ച് ചോദ്യം ചെയ്യാൻ വിസമ്മതിച്ച് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അവർ വിടുതൽ പ്രാപിച്ച അനേകം കഥകൾ, അനേകം അനുഭവ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലും ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമയം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് സംഭവിക്കുന്നുവെന്ന് ഞാൻ ചോദിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ബൈബിളിലെ വലിയ അത്ഭുത വ്യക്തിത്വങ്ങളെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്ക് സംഭവിക്കുന്നതിനേക്കാളും വളരെ വലിയ വിനാശങ്ങളായിരുന്നു ചില സന്ദർഭങ്ങളിലെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. തീയിലേക്ക് വലിച്ചെറിയപ്പെടുക, സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കൊടുക്കപ്പെടുക, ദൈവമേ, അതുപോലെ തന്നെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുക തുടങ്ങി എത്രയെത്ര കഠിനമായ വേദനകളിലൂടെ അവരൊക്കെ കടന്നുപോയി. എന്നാൽ എൻ്റെ പ്രയാസങ്ങൾ എത്രയോ നിസാരമാണ്. കർത്താവേ, ഈ സമയം അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ഒരു പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങ് എനിക്ക് അനുവദിച്ചിട്ടുള്ള ദുഃഖങ്ങളുടെ പേരിൽ അങ്ങയെ ഞാൻ ചോദ്യം ചെയ്യില്ല. പകരം അങ്ങയെ ഞാൻ സ്തുതിക്കും, ആരാധിക്കും, നന്ദി പറയും. എൻ്റെ ജീവിതത്തിൽ അങ്ങറിയാതെ ഒന്നും സംഭവിക്കാത്തതിനാൽ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അവിടുത്തെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയിൽ എൻ്റെ ജീവിതത്തിലുള്ള സകല പ്രതിസന്ധികളും കർത്താവെ എൻ്റെ നന്മയ്ക്കായി പരിണമിപ്പിക്കപ്പെടുവാൻ ഇടവരട്ടെ എന്നും അതെന്നെ യാതൊരു തരത്തിലും ഉപദ്രവിക്കുവാൻ ഇടയാവാതെ അഗ്നിയിൽ ദാനിയേലിനെ കാത്ത ദൈവം, സിംഹക്കുഴിയിൽ പ്രവാചകനെ കാത്ത ദൈവം എന്നെയും സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ഭാവം, ഈ സ്വഭാവം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ തന്നെ പതിയട്ടെ. അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.